ഗോപി നീ പിന്നെയും കെട്ടിയാ? നിക്ക് നിക്ക് നിക്ക്. ഇത് ഇവന്റെ എത്രാമത്തെ കല്യാണാവോ? എന്നാ പിന്നെ പോയിട്ട് വരാം. ഓ ആയിക്കോട്ടെ. എന്താ മകന്റെ പേര്? സമയന്ത്. ഏ സമയന്ത്. ആ നീ പോയിട്ട് ഒരു ചായ തളപ്പിക്ക്. മോളെ സാവിത്രി, അവളുടെ തള്ളയെ നിങ്ങൾ കെട്ടിക്കൊണ്ടു വന്നപ്പോഴേ എനിക്കൊരു ശല്യമായിരുന്നു. ഇപ്പോഴതാ വെളും. ഓ ഞാൻ വന്നത് സാവിത്രിക്ക് ഇഷ്ടായില്ലെന്നാ തോന്നണേ. അതൊന്നും നീ നോക്കണ്ട, അവളോട് പോവാൻ പറ. അതിന്റെ മോളല്ലേ, നശൂലത്തിന് ആരുടെങ്കിലും കൂടെ പറഞ്ഞേച്ചാ പിന്നെ ശല്യം ഉണ്ടാവില്ലല്ലോ. എന്താ അവളുടെ ഒരു ഭാവം. എന്താണ് ഇനി കാണിച്ചത്? എന്റെ വീട്ടിൽ ഒരു പട്ടിയും ചോദിക്കാൻ പറ്റില്ല. കാണിച്ചിട്ടില്ല എനിക്ക്. ഇങ്ങോട്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും. ഒരു പട്ടി ചോദിക്കാൻ പറ്റില്ല. മച്ചാരി മിണ്ടല്ല തള്ളേ. എവിടേക്ക് പോയി തോന്നിയട്ടെ. എന്ത് പറയാനാണ് പഠിച്ചോട്ടെ കാഞ്ഞടിച്ചു ഓട്ടിക്കുന്നു. ആ സാവിത്രേ, ഞങ്ങള് കൊണ്ടുവിടണ. വിടറാ ചീള് കേസ്. നീ വാ. പുതിയ ആള് വീട്ടിൽ വന്നതിന്റെ ലക്ഷണം മുഖത്തുണ്ടല്ലോ. ചേച്ചി മോള് പോയി കിടന്നു. നീ വല്ലതും കഴിച്ചോ മോളെ? സാവിത്രി മോളെ, അപ്പൊ ചൂലോ? ചൂലൊക്കെ ഞാൻ പിടിച്ചോളാ. ഇതിപ്പോ എന്തിനാ എന്റെ കയ്യില്? സൈക്കിള്. ആഹാ, ഇവിടെ മുഖത്ത് വെണ്ണീറും തേച്ചിക്ക. ഓടാ. അജീബേ, മദ്രാസിന്ന് രാഘവന്റെ പീഡിയൽക്ക് വിളി വന്ന്. ഹംസക്ക പറഞ്ഞതാ ഓരോ സിനിമയിലെടുത്തത്. ഇന്ന് എന്നെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. തന്നെ പടച്ചോനാണ്.
വന്നേ. ഓ, മാറി അവിടെ. എന്തേ കാട്ടുന്നേ? ആ, ഈ ചെരുപ്പിട്ടിട്ടില്ല. കൊണ്ടാരച്ചെരുപ്പ് വിട്ടോ വാ, വിട്ടോ വാ, വാ. ഓ പോ പോ ചവിട്ട് ചവിട്ട് നിർത്ത് നിർത്ത് ചേട്ടാ ഒരു സ്റ്റഡി ആ. മാറണം. ഉമ്മ നജീബേ ഈ ഇങ്ങനെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ലട്ടാ. ആ കഴിഞ്ഞില്ലേ ഇതുവരെ? ഇക്ക പൊക്കോട്ടുമ്മ. ഒന്നുമില്ലെങ്കി എനിക്കിത്തിരി ഗമകാട്ടി നടക്കാലോ. എന്റെ ഇക്ക സിനിമ നടനാന്നും പറഞ്ഞ്. നബീസ്വേ ഇതരിഞ്ഞു തീർന്നെങ്കിലേ ആ ചെരുവെടുത്ത് ഈ തേങ്ങ ചെരുവിയെ എനിക്കൊന്ന് ഫോൺ ചെയ്യണം. അയ്യ ഒരു കുടുംബത്തിലേക്ക് കെട്ടിച്ചുവിടേണ്ട പെണ്ണാണ്. 24 മണിക്കൂറും ഫോൺ തന്നെ. എന്റെ ഉമ്മ നിങ്ങൾ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. ഞാൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കായക്കച്ചവടമായിട്ട് കഴിഞ്ഞോട്ടെന്നാ. ആ എന്താടാ കായക്കച്ചവടത്തിനൊരു കുറവ്? അതുകൊണ്ടല്ലേ ഈ ഞാനൊക്കെ വെള്ളം കുടിച്ച് കഴിയണേ. അതല്ലുമ്മ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോ കോഴിക്കോടും തിരൂരും പരപ്പനങ്ങാടിയിലും ഒക്കെ എന്റെ തല വെച്ച പോസ്റ്ററുകൾ ഇങ്ങനെ. അതോടുകൂടി എന്റെ തലയുണ്ടാവും. പരപ്പനങ്ങാടിയിലല്ല ഈ പോരെന്റെ മധുരമ്മ. അന്റെ ബാപ്പ അതാടെ വെട്ടിവെക്കൂ. എന്നെ കൊണ്ടത് പറയിപ്പിക്കല്ല എന്റെ നജീബേ. അന്റെ ബാപ്പ അറിഞ്ഞ എന്താവും സ്ഥിതി നീ ആലോചിച്ചിട്ടുണ്ടാ? എന്റെ ഉമ്മ ഞാൻ തിരിച്ചു വന്നിട്ട് വാപ്പാനെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കോളാം. അതുവരെ പിടിച്ചിരിക്കാൻ ഒരു ചെറിയ കള്ളം. എന്ന് പോയി എന്റെ നജീബേ. ഞാൻ പറഞ്ഞോട്ട് ഉമ്മ മദ്രാസിൽ ഒരു കോളേജ് തുടങ്ങുന്നുണ്ട്. അവിടെ കമ്പ്യൂട്ടർ പഠിക്കാനെന്ന് പറഞ്ഞാ മതി. ഉമ്മ പറഞ്ഞ വാപ്പ വിശ്വസിച്ചോളും. ഇല്ലാച്ചാ പിന്നെന്താ വേണ്ടതെന്ന് അറിയാം. ആദ്യമായിട്ടും അവസാനമായിട്ടും ഉമ്മന്റെ മോനൊരാഗ്രഹം പറഞ്ഞിട്ട്. എന്റെ നജീബേ ഈ എന്നെ ബേജാറാക്കല്ലേ. അതാണ് ഉമ്മ ഞാൻ പറഞ്ഞത്. വാ ഛെ, എങ്ങനെ നടക്കുമ്മ. പറയണ കേക്ക്. ഉമ്മ ആ ഫോൺ തുപ്പാനെ വിളിച്ച് കാര്യം പറയും. ഉമ്മ വരുന്നുണ്ട്. മദ്രാസ് എന്ന് പറഞ്ഞാൽ പോർഷ്യലൊന്നും അല്ലല്ലോ. ഏറിയ 2 മാസം. അത് കഴിഞ്ഞാൽ ഞാനിങ്ങോട്ട് വരില്ലേ. മാറിക്കിടി. ശ്ശോ. ഉമ്മ ബെല്ലുണ്ട്. ഹലോ. ആ അതവിടെ കൊടുത്തിട്ട് ഇജ്ജ് വേഗം വന്നാൽ മതി. ആ ഓക്കോ. ആ പറയൂ. ഓൻ്റെ ഇഷ്ടം അതാച്ചാ ഓൻ പൊയ്ക്കോട്ടെ. പിന്നെ കോളേജ് ചേരാൻ കായ് വല്ലതും വേണമെങ്കിൽ ഓനോട് പീടിയേക്ക് വരാൻ പറ. ആ, ആയിക്കോട്ടെ പറയാം പറയാം. ഹാവൂ. ഒരു വിധത്തിൽ മൂപ്പര് സമ്മതിച്ച്. അനക്ക് സന്തോഷായ? എനിക്കത് വീടല്ല, നരക. കള്ളൂടിയനായത് അന്തേ, അതിന് പറ്റിയൊരു തള്ളേ. ആ തള്ളെ മിക്കവാറും ഞാൻ ചവിട്ടി കൂട്ടും. അതാ ഞാൻ പറയണേ, നീ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി സ്വന്തം കാലിൽ നിക്ക്. ഇതിപ്പോ എത്ര നാളാച്ചാ വീട്ടിൽ നിന്ന് മാറി എന്റെ കൂടെ ഇങ്ങനെ നിക്ക? അയ്യോ മോളെ, അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടല്ല, നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല. നമ്മളൊക്കെ പെണ്ണുങ്ങളാ. നാളെ നീ കല്യാണം കഴിച്ച് ഒരുത്തന്റെ കൂടെ പോയാലും നിന്റെ ആവശ്യങ്ങൾക്കെങ്കിലും നിനക്കൊരു വരുമാനം വേണ്ടേ? ഡാൻസും കൂടി ഇല്ലെങ്കിൽ ഞാനും എന്റെ മോളും പട്ടിണിയാ.
ശിവേട്ടൻ പോയ പിന്നെ ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങള്. നമ്മുടെ കോയമ്പറ്റയിലെ ലേത കല്യാണം കഴിഞ്ഞ് മദ്രാശിയിലാ. ഇടയ്ക്കെന്നെ വിളിക്കും. അവളുടെ ഭർത്താവ് അവിടെ നല്ല നിലയിലാ. മൂപ്പര് വിചാരിച്ചാ നിനക്ക് അവിടെ ഒരു ജോലി ശരിയാക്കാൻ പറ്റും. നിനക്ക് അങ്ങോട്ട് പോകാൻ വിഷമമുണ്ടോ? ഇവിടെ ഒഴിച്ച് ലോകത്ത് എവിടെ വേണേലും ഞാൻ പോയിക്കോളാം. സമാധാനം ഉണ്ടാവുമല്ലോ. ആ മോളെ, ആ ആ ഡയറിയിലേ ലതാ മദ്രാസ് പറഞ്ഞിട്ട് ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. നീ ഒന്ന് നോക്കിയെടുത്തിട്ട് വാ. ഹലോ, ലതയുടെ വീടല്ലേ? ആരാ? ഛേ, അച്ഛനോട് ഫോൺ എടുക്കരുന്ന് പറഞ്ഞിട്ടില്ലേ? പോയിരുന്ന് പഠിക്ക്. ഹലോ, ലത? അതെ. ആ, ഇത് ഗായത്രിയാ, പാലക്കാട്. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. നീ ഡ്രൈവിംഗ് ഒക്കെ എപ്പോ പഠിച്ചു? ഇവിടെ ഇതൊക്കെ അത്യാവശ്യമല്ലേ? ഇവള് ഡ്രൈവിംഗ് പഠിച്ച കാരണം എനിക്ക് സുഖ. ഷോപ്പിങ്ങിനൊക്കെ ഇവള് ഒറ്റയ്ക്ക് പൊക്കോളൂ, അല്ലേടോ? ഇതെപ്പോഴാ ഊരണേ? ഇതിനിയും ഒരാഴ്ച എടുക്കും. ഡോ, ഇന്നല്ലേ ഡോക്ടറെ കണ്ട ദിവസം? ആ, 4 മണിക്കാട്ടോ. സാവിത്രി ഏതുവരെ പഠിച്ചു? 10 വരെ പഠിച്ചു. പിന്നെ വീട്ടിൽ പഠിക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടായില്ല. ഇവള് നന്നായി ഡാൻസ് ചെയ്യും. ആഹാ. നിങ്ങൾ ആ മുരുകനെ ஹலோ சாமி சார், வணக்கம். ஆமா, விஜய் பேசுறேன். வல்சரவாக்கத்துல இருந்து. சௌக்கியம் சௌக்கியம். நீங்க எப்படி இருக்க சார்? அது வந்து நீங்க எனக்காக ஒரு உதவி பண்ணணும். அல்ல அல்ல அல்ல, வைஃபோட ஒரு ஃப்ரெண்டு ஊர்ல இருந்து வந்திருக்காங்க சார். நீங்க நினைச்சா அவருக்கு ஏதாவது வேலை சரி பண்ண முடியுமா? SLC அவ்வளோதான். അത് ഒരു സെക്കൻഡ് സാർ. സാവിത്രിക്ക് ഡാൻസ് അറിയാന്നല്ലേ പറഞ്ഞേ? ഓക്കെയാണ് സാർ. 1 സെക്കൻഡ് സാർ. എടോ ഫോൺ തന്നെ. சொல்லுங்க சார். 9443932930 செல்வன். ஓகே. ஆமா சார். ரொம்ப தேங்க்ஸ். ഓക്കെ സാർ. സാവിത്രിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? യോ, സിനിമയോ? ആ, സിനിമ അത്ര മോശം ഏർപ്പാടൊന്നുമല്ല. കുറച്ച് കഴിവ് വേണം, പിന്നെ ഇത്തിരി ധൈര്യം. ഓ, പിന്നെ എത്ര സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞ ആളായി പറയണേ. നിങ്ങൾ ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റണ വല്ല ജോലിയും വാങ്ങിക്കൊടുക്ക്. നീ എന്തറിഞ്ഞിട്ടേ പറയണത്? ദേ, ഞാൻ എന്റെ അഭിപ്രായം പറയാം. ഞാനിപ്പോ വിളിച്ച ഈ സാമിയില്ലേ, അയാൾ സിനിമയിലെ വെറും കോസ്റ്റ്യൂമറാണ്. ഞാൻ ചെന്നൈയിൽ വന്ന സമയത്ത് ഇയാൾ ഒരു ടൈലറിംഗ് ഷോപ്പിൽ നിസ്സാര ശമ്പളത്തിന് വർക്ക് ചെയ്യുക. ഇപ്പൊ അയാളുടെ സ്ഥിതി എന്താണെന്നറിയോ നിനക്ക്? എന്റെ ഓഫീസിന്റെ അടുത്ത് സ്വന്തമായിട്ട് 2 കടമുറിയുണ്ട്. അവിടെ സാമാന്യ തരക്കേടില്ലാത്ത വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ്. അപ്പ പിന്നെ നടീനടന്മാരുടെ കാര്യം പറയാനുണ്ട്. ആലോചിച്ചു പറയേ, മോളുടെ ജീവിതം